ഇന്ന് ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് സ്ട്രോബെറി ഞാനിവിടെ 20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം വേണം. ഞാൻ 400 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 400 ml കണ്ടൻസ്ഡ് മിൽക്കും വേണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണ്. എങ്ങനെയാണ് അതിനി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്ട്രോബെറിയുടെ ലീഫൊക്കെ മാറ്റിയിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രോബെറി എല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കളറിൽ നല്ലതുപോലെ ഇത് ക്രഷായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ഇതുപോലെ അടിച്ചെടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനായിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഐസ് ഇട്ടാലും മതിയാകും. ഇനി ഇതിന് മുകളിൽ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഈ ബൗളിലേക്ക് വിപ്പ് ചെയ്യേണ്ട ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വിപ്പ് ചെയ്യേണ്ട ക്രീം നല്ല ഫ്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരു ബീറ്റർ കൊണ്ട് ഇതൊന്ന് വിപ്പ് ചെയ്യാം. ഇതിവിടെ നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്. ഈ വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പൊടിച്ച പഞ്ചസാര ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാ നല്ല സ്ട്രോബെറി ആയതുകൊണ്ട് അതിൽ തന്നെ നല്ല കളർ കിട്ടുന്നതാണ്. പുളിയുള്ള സ്ട്രോബെറി നമ്മൾ ഇതിന് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് നല്ല കളറാവും. നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഞാനിവിടെ ഒരു 6-7 സ്ട്രോബെറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇനി ഈ കണ്ടെയ്നർ അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കും. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ വിസ്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ മാത്രമേ നല്ലൊരു സ്ട്രക്ചർ ഇതിന് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ച ശേഷം 8 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിനി ഫ്രീസറിലേക്ക് മാറ്റാം. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു സ്കൂപ്പർ എടുത്തിട്ട് ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിനു മുകളിൽ സ്ട്രോബെറി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.
സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.